സാമുവേലിൻ്റെ പുസ്തകം 14-ാം അധ്യായം. ജോനാഥാൻ്റെ സാഹസികത. ഒരു ദിവസം സാവൂളിൻ്റെ പുത്രൻ ജോനാഥാൻ ആയുധവാഹകരോട് പറഞ്ഞു, അക്കരെ ഫിലിസ്ത്യരുടെ പാളയം വരെ നമുക്കൊന്ന് പോകാം. എന്നാൽ ഇക്കാര്യം അവൻ പിതാവിനെ അറിയിച്ചില്ല. സാവൂൾ ഗിബെയയുടെ അതിർത്തിയിലെ മിഗ്രേനിയാൻ മാതളനാരകത്തിൻ്റെ കീഴിലായിരുന്നു. അവനോടുകൂടി ഏകദേശം 600 പടയാളികളാണ് ഉണ്ടായിരുന്നത്. അഹീത്തൂബിൻ്റെ മകൻ അഹിയാണ് അഹോദ് ധരിച്ചിരുന്നത്. അഹീത്തൂബ് ഇക്കാബ്ദോറിൻ്റെ സഹോദരനും ഫിനേസ്വറിൻ്റെ പുത്രനുമായിരുന്നു. ഫിലോയിൽ കർത്താവിൻ്റെ പുരോഹിതനായിരുന്ന ഏലിയായുടെ പുത്രനാണ് ഫിനെഹാസ്. ജോനാഥൻ പോയ വിവരം ജനം അറിഞ്ഞതുമില്ല. ജോനാഥൻ ഫിലിസ്തീയ സൈന്യത്തിൻ്റെ നേരെ ചെല്ലാൻ നോക്കിയ വഴിയിലൂടെ അപ്പുറത്തും ഇപ്പുറത്തും നടുംതൂക്കായ ഓരോ പാറയുണ്ടായിരുന്നു. ഒന്ന് ബോസസ്, മറ്റത് സിനീസസ്. മിക്മാസിന് അഭിമുഖമായി തെക്കുവശത്തും മറ്റേത് ഗോബായ്ക്ക് അഭിമുഖമായി തെക്കുവശത്തും നിന്നു. ജോനാഥൻ ആയുധവാഹികളായ യുവാക്കന്മാരോട് പറഞ്ഞു, നമുക്ക് ഈ അപരിച്ഛേദ്യരായ സൈന്യത്തിൻ്റെ നേരെ ചെല്ലാം. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുമോ? ആളേറിയാലും കുറഞ്ഞാലും കർത്താവിനെ രക്ഷിക്കുവാൻ തടസ്സമുണ്ടാവില്ലല്ലോ. ആയുധവാഹകൻ അവനോട് പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടം പോലെ ഞങ്ങൾ അങ്ങയുടെ കൂടെ തന്നെയുണ്ട്. അങ്ങയുടെ ഇഷ്ടമാണ് എൻ്റേതും. ജോനാഥാൻ പ്രതിവചിച്ചു, നമുക്ക് അവരുടെ നേരെ ചെന്ന് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം. ഞങ്ങൾ വരുവോളം അനങ്ങിപ്പോകരുത് എന്ന് അവർ പറഞ്ഞാൽ മുൻപോട്ട് പോകാതെ നമുക്ക് അവിടെ തന്നെ നിൽക്കാം. കടന്നു വരുവിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കയറി ചെല്ലാം. കർത്താവ് അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതിന് ഇതായിരിക്കും അടയാളം. ഇങ്ങനെ അവർ ഇരുവരും ഫിലിസ്ത്യരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഇതാ, ഒളിച്ചിരുന്ന ഗുഹകളിൽ നിന്ന് ഹെബ്രായർ പുറത്തു വരുന്നു എന്ന് ഫിലിസ്ത്യർ വിളിച്ചു പറഞ്ഞു. കാവൽ സൈന്യം ജോനാഥനെയും ആയുധവാഹകനെയും അഭിവാദനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരുവിൻ, ഞങ്ങൾ ഒരു കാര്യം കാണിച്ചു തരാം. ജോനാഥൻ ആയുധവാഹകരോട് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരിക. കർത്താവ് ഒരു ഇസ്രായേലിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ജോനാഥൻ ഇഴഞ്ഞ് മുകളിലേക്ക് കയറി. ആയുധവാഹകർ പിന്നെയും. കാവൽ സൈന്യം ജോനാഥൻ്റെ മുമ്പിൽ വീണു. ആയുധവാഹകരാകട്ടെ ഓരോരുത്തരെയായി വധിച്ചു. ജോനാഥാനും അവനും കൂടി നടത്തിയ ആദ്യ സംഹാരത്തിൽ ഒരേക്കർ സ്ഥലത്തിനുള്ളിൽ 20 പേരെ വധിച്ചു. പാളയത്തിലും പോർക്കളത്തിലും ജനങ്ങൾക്കിടയിലും അമ്പരപ്പുണ്ടായി. കാവൽ സൈന്യവും കവർച്ചക്കാരും നടുങ്ങി. ഭൂമി കുലുങ്ങി. അതിഭയാനകമായ സംഭ്രാന്തി പരന്നു. പുരുഷാരം ചിന്നിത്തെറി ഓടുന്നതും ബെഞ്ചമിനിലെ ഗിബെയർ ഉണ്ടായിരുന്ന സാവൂളിൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ സാവൂൾ തന്നോടുകൂടി ഉണ്ടായിരുന്ന ജനത്തോട് പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയത് ആരെന്നറിയുവാൻ എണ്ണി നോക്കുവിൻ. അവർ എണ്ണി നോക്കിയപ്പോൾ ജോനാഥനും ആയുധവാഹകരും അവിടെയില്ലായിരുന്നു. കർത്താവിൻ്റെ പേടകം അവിടെ കൊണ്ടുവരിക എന്ന് സാവൂൾ അഹിയായോട് പറഞ്ഞു. അക്കാലത്ത് ഇസ്രായേലിനോട് കൂടെയായിരുന്നു ദൈവത്തിൻ്റെ പേടകം. സാവൂൾ പുരോഹിതനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഫിലിസ്ത്യർ പാളയത്തിൻ്റെ ബഹളം മേൽക്കുമേൽ വർദ്ധിച്ചു. കൈ പിൻവലിക്കുക എന്ന് സാവൂൾ പുരോഹിതനോട് പറഞ്ഞു. അനന്തരം സാവൂളും കൂടെയുണ്ടായിരുന്ന ജനവും അണിനിരന്ന് യുദ്ധസ്ഥലത്തേക്ക് ചെന്നു. ഫിലിസ്ത്യർ പരസ്പരം പടപെട്ട് നശിക്കുന്നതാണ് അവർ അവിടെ കണ്ടത്. നേരത്തെ ഫിലിസ്ത്യരോടുകൂടി ആയിരുന്നവരും അവരുടെ പാളയത്തിൽ ചേർന്നവരുമായ ഹെബ്രായർ സാവൂളിനോടും ജോനാഥനോടും കൂടെ ഉണ്ടായിരുന്ന ഇസ്രായേലിയുടെ പക്ഷം ചേർന്നു. എഫ്രോയീം മലയിൽ ഒളിച്ചിരുന്ന ഇസ്രായേലിനും ഫിലിസ്ത്യർ തോറ്റോടിയെന്നാണ് അറിഞ്ഞ് പക്ഷം ചേർന്ന് അവരെ പിന്തുടർന്നു. അങ്ങനെ കർത്താവ് വന്ന് ഇസ്രായേലിനെ രക്ഷിച്ചു. ബത്വാന് അപ്പുറം വരെ യുദ്ധം ചെയ്തു. ഇസ്രായേൽ അന്ന് അസ്വസ്ഥരായിരുന്നു. കാരണം ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സന്ധിക്ക് മുമ്പേ ഭക്ഷണം കഴിക്കുമെന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് സാവൂൾ പറയുകയും ജനങ്ങളെ കൊണ്ട് അത് ശബ്ദം ചെയ്യിക്കുകയും ചെയ്തിരുന്നു. തന്മൂലം ആരും ഭക്ഷണം കഴിച്ചില്ല. ജനം കുറേ ഒരു കാട്ടുദേശത്തെത്തി.
അവിടെ തേൻകട്ടകൾ നിലത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു. കാട്ടിൽ കടന്നപ്പോൾ തേൻ ഇറ്റിറ്റ് വീഴുന്ന അവർ കണ്ടു. എന്നാൽ ശപഥമോർത്ത് അവരാരും ഒരു തുള്ളി തേൻ പോലും കഴിച്ചില്ല. യോനാഥാനാകട്ടെ തൻ്റെ പിതാവ് ജനത്തെക്കൊണ്ട് ശപഥം ചെയ്യിച്ച വിവരം അറിഞ്ഞിരുന്നുമില്ല. അതിനാൽ അവൻ കൈവശമുണ്ടായിരുന്ന വടിയുടെ അഗ്രം തേൻകട്ടയിൽ മുക്കി അവർ ഭക്ഷിച്ചു. ഉടനെ അവൻ്റെ കണ്ണ് പ്രകാശിച്ചു. അപ്പോൾ ഒരുവൻ വന്നു പറഞ്ഞു, ഇന്ന് എന്തെങ്കിലും ഭക്ഷിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് എൻ്റെ പിതാവ് ജനത്തെക്കൊണ്ട് ശപഥം ചെയ്യിച്ചിട്ടുണ്ട്. അവ ക്ഷീണിച്ച് ഇരിക്കുന്നു. യോനാഥാൻ പ്രതിവചിച്ചു, എൻ്റെ പിതാവ് ഈ ദേശത്തെ കഷ്ടത്തിലാക്കിയിരിക്കുന്നു. അല്പം തേൻ കഴിച്ചപ്പോൾ എൻ്റെ കണ്ണ് തെളിഞ്ഞു കണ്ടില്ലേ? ഈ ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുത്ത ഭക്ഷണ സാധനങ്ങൾ ജനം വേണ്ടുവോളം ഭക്ഷിച്ചിരുന്നുവെങ്കിൽ ഈ എത്രയോ നന്നായിരുന്നു. ഫിലിസ്ത്യരുടെ എത്രയോ അധികം കൊന്നെടുക്കുവാൻ സാധിക്കുമായിരുന്നു. അവർ ഫിലിസ്ത്യരെ മാക്മാഷ് മുതൽ അയ്യോൻ വരെ അനുധാവനം ചെയ്തു, സംഹരിച്ചു. ജനം അത്യധികം ക്ഷീണിച്ചിരുന്നു. അവർ കൊള്ളവസ്തുക്കളായ ആദ്യം ആടുമാടുകളെയും കിടാങ്ങളെയും പാഞ്ഞു ചെന്ന് പിടിച്ച് നിലത്തടിച്ചു കൊന്ന് രക്തത്തോടെ ഭക്ഷിച്ചു. അവർ സാവൂളിനോട് പറഞ്ഞു, രക്തത്തോടെ ഭക്ഷിക്കുകയാണ് ജനം. കർത്താവിൻ്റെ എതിരെ പാപം ചെയ്തിരിക്കുന്നു. സാവൂൾ പറഞ്ഞു, നിങ്ങൾ അവിശ്വസ്തത കാണിച്ചിരിക്കുന്നു. വലിയൊരു കല്ല് എൻ്റെ അടുക്കൽ ഉരുട്ടി കൊണ്ടുവരുവിൻ. ഓരോരുത്തരും അവരവൻ്റെ കാളയെയോ ആടിനെയോ ഇവിടെ കൊണ്ടുവന്ന് കൊന്ന് തിന്നാം. രക്തത്തോടുകൂടെ ഭക്ഷിച്ച് കർത്താവിനെതിരെ പാപം ചെയ്യാതിരിക്കുന്നതിനും നിങ്ങൾ എല്ലാ ജനങ്ങളോടും പറയുവിൻ. അന്ന് രാത്രി ഓരോരുത്തരും കാളകളെ കൊണ്ടുവന്ന് അവിടെ വെച്ച് വധിച്ചു കൊന്നു. സാവൂൾ കർത്താവിന് ബലിപീഠമുണ്ടാക്കി പണിയിച്ച ആദ്യത്തെ ബലിപീഠമാണിത്. സാവൂൾ പറഞ്ഞു, നമുക്ക് രാത്രിയിലും ഫിലിസ്ത്യരെ പിന്തുടർന്ന് പ്രഭാതം വരെ കൊള്ളയടിക്കുകയും സകലരെയും കൊന്നുകൊല്ലുകയും ചെയ്യാം. അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്യുക എന്ന് ജനം മറുപടി പറഞ്ഞു. എന്നാൽ പുരോഹിതൻ തൻ്റെ ദൈവത്തോട് ആരായാമെന്ന് പറഞ്ഞു. സാവൂൾ ദൈവത്തോട് ചോദിച്ചു, ഞാൻ ഫിലിസ്ത്യരെ പിന്തുടരട്ടെയോ? അങ്ങനെ അവരെ ഇസ്രായേലിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമോ എന്നറിയുവാൻ അവിടുന്ന് അവന് മറുപടി നൽകിയില്ല. സാവൂൾ കൽപ്പിച്ചു, ജനത്തിലെ പ്രമാണികൾ എല്ലാവരും അടുത്തു വരട്ടെ. ഇന്ന് പാപം ഇങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് അന്വേഷിക്കാം. ഇസ്രായേലിൻ്റെ രക്ഷകനായ കർത്താവാണ് ഇത് ചെയ്തത് എന്ന് മകൻ യോനാഥാൻ്റെ തന്നെയാണെങ്കിലും മരിക്കണം. ആരും ഉത്തരം പറഞ്ഞില്ല. അവൻ എല്ലാ ഇസ്രായേൽക്കാരുമായി പറഞ്ഞു, നിങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുവിൻ, ഞാനും മകൻ യോനാഥാനും മറുകരയിൽ നിൽക്കാം. നിൻ്റെ ഇഷ്ടം പോലെ യാകട്ടെ എന്ന് ജനം പറഞ്ഞു. സാവൂൾ അപേക്ഷിച്ചു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, ഇന്ന് അങ്ങയുടെ ദാസനോട് ഉത്തരം പറയണമേ. എന്ത് ഈ പാപം എൻ്റേതോ എൻ്റെ മകൻ യോനാഥാൻ്റെയോ ആണെങ്കിൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് ഉറിയും കൊണ്ട് ഇസ്രായേലിനെതിരെ തുമ്മിക്കൊണ്ട് അടയാളം കാണിക്കണമേ. യോനാഥാനും സാവൂളും കുറ്റക്കാരനായി കാണപ്പെട്ടു. ജനം രക്ഷപ്പെട്ടു. സാവൂൾ പറഞ്ഞു, എൻ്റെയും എൻ്റെ മകൻ യോനാഥാൻ്റെയും പേരിൽ കുറിയിടുന്നതിൽ കൂടി യോനാഥാൻ്റെ പേര് വീണു. സാവൂൾ യോനാഥാനോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? എന്നോട് പറയുക. യോനാഥാൻ പറഞ്ഞു, എൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയുടെ അഗ്രം മുക്കി അല്പം തേൻ രുചിച്ചു. ഞാനോ മരിക്കുവാനിട തയ്യാറാണ്. യോനാഥാൻ, നീ വധിക്കപ്പെടുന്നെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കട്ടെ. അപ്പോൾ ജനം സാവൂളിനോട് പറഞ്ഞു, ഇസ്രായേലിന് വൻ വിജയം നേടിക്കൊടുത്ത യോനാഥാൻ മരിക്കണമെന്നോ? അത് പാടില്ല. കർത്താവാണ് ഈ സത്യം, ഇവൻ്റെ തലയിൽ ഒരു മുടി പോലും നിലത്ത് വീണുകൂടാ. അവൻ ദൈവേഷ്ടപ്രകാരമാണ് പ്രവർത്തിച്ചത്. അങ്ങനെ ജനം യോനാഥാനെ രക്ഷിച്ചു. അവൻ വധിക്കപ്പെട്ടില്ല. സാവൂൾ ഫിലിസ്ത്യരെ പിന്തുടരാതെ മടങ്ങി. ഫിലിസ്ത്യരാകട്ടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോയി. ഇസ്രായേലിൻ്റെ രാജാവായ ശേഷം മോവാബ്യർ, അമ്മോന്യർ, ഏദോമ്യർ, സോബാ രാജാക്കന്മാർ, ഫിലിസ്ത്യർ എന്നിങ്ങനെ ചുറ്റുമുള്ള ശത്രുക്കളോടെല്ലാം സാവൂൾ പൊരുതി. അവൾ ചെല്ലുന്നിടത്തെല്ലാം വിജയം വരിച്ചു. അവൻ അമലോക്യരെയും വീറോടെ പൊരുതി ജയിച്ചു. ഇസ്രായേൽക്കാരിലെ കവർച്ചക്കാരുടെ കരങ്ങളിൽ നിന്ന്
മോചിപ്പിച്ചു. സാവൂളിൻ്റെ പുത്രൻ ജോനാഥാനും ഇഷിയും മൽക്കിയുമായിരുന്നു. പുത്രിമാരിൽ മൂത്തവൻ മോബ്, ഇളയ മിഖായേൽ, അഹീമാസിൻ്റെ മകൾ അഹീനോവാം ആയിരുന്നു. സാവൂളിൻ്റെ ഭാര്യ പിതൃസഹോദരനായ നേറിൻ്റെ മകൻ അബ്നേർ സേനാപതിയും സാവൂളിൻ്റെ പിതാവ് കിഷും അബ്നേരിൻ്റെ പിതാവ് നേരും അബ്നിയോൻ്റെ പുത്രന്മാരായിരുന്നു. സാവൂളിൻ്റെ ഭരണകാലം മുഴുവൻ ഫിലിസ്തീനുമായി ഉഗ്രയുദ്ധം നടന്നു. ശക്തനും ധീരനുമായവരെല്ലാം അവൻ തന്നോട് ചേർത്തിരുന്നു. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും.